വനിതയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള UDF തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPI നേതാവ് ആനി രാജ. വീണ്ടും സ്ഥാനാർത്ഥിയാകണോ എന്നതിൽ തന്റെ അഭിപ്രായം പാർട്ടിക്കകത്ത് പറയും. പാർലമെന്റിൽ പ്രതിപക്ഷ അംഗസംഖ്യ ഉയരുന്നത് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് കരുത്തേകുമെന്നും ആനി രാജ 24നോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിരുന്ന CPI നേതാവ് ആനി രാജ ഇപ്പോൾ 24 ചേരുകയാണ്. ഒടുവിൽ രാഹുൽ വയനാട് ഉപേക്ഷിച്ചു, റായ്ബറേലി നിലനിർത്തി. എന്താണ് അവിടുത്തെ സ്ഥാനാർത്ഥി നിലയിൽ പ്രതികരിക്കുന്നത്? രാഹുലിൻ്റെയും അതുപോലെ തന്നെ രാഹുലിൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെയും തീരുമാനം, ആ തീരുമാനം അത് അവരുടെ തീരുമാനം, അത് അവരുടെ അവകാശമാണ് തീരുമാനിക്കാൻ. അതിനെ അങ്ങനെ ഞാൻ കാണുന്നു. പക്ഷേ രാഹുലിന് പകരം അവിടെ ഇറങ്ങുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പോൾ ഏത് നിലയിലാണ് ആ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ നോക്കുകയാണെന്ന്? ഇന്ന് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പം എല്ലാം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ വനിതാ പ്രാതിനിധ്യം വളരെ കുറവാണ് എന്നുള്ളതും, അതുപോലെ തന്നെ സ്ത്രീകൾ മത്സരിച്ച സീറ്റുകൾ പരിശോധിച്ചാൽ അതൊക്കെ വളരെ കുറവാണ്. ജയിക്കോ തോക്കുന്ന അത് വേറെ വിഷയം. ആ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോലും സ്ത്രീകളുടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ UDF ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇന്ന് തീർച്ചയായിട്ടും NDAയുടെ സംഖ്യ പാർലമെൻറ്റിൽ കുറഞ്ഞുവെങ്കിലും NDA ഉയർത്തുന്ന, പ്രത്യേകിച്ച് BJP സംഘപരിവാർ ഫാസിസം ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അത് ക്ഷീണിച്ചതായോ അത് ദുർബലപ്പെട്ടതായോ കാണേണ്ടതില്ല. അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളും ഒരുമിച്ച് നിന്ന് വളരെ ശക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ പ്രിയങ്ക മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം ആനി രാജ വീണ്ടും തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് ഉണ്ടാകുമെന്നാണ്. കാരണം CPI മത്സരരംഗത്തുണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സംവിധാനത്തിൻ്റെ അകത്ത് CPIക്ക് ഉള്ള 4 സീറ്റ്, അതിലൊന്നാണ് വയനാട് എന്നുള്ളത്. അതുകൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത് ആ പാർട്ടിയുടെ ഒരു അഭിപ്രായമാണ്. എന്നാൽ ഇപ്പോഴല്ലേ ഇത് കോൺഗ്രസും അവരുടെ തീരുമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ പാർട്ടി ഫോറത്തിൽ പറയും. ആ പാർട്ടി ഫോറത്തിൽ പറയുകയും അതനുസരിച്ച് എൻ്റെ പാർട്ടി ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും അത് ഇടതുമുന്നണിയെ കൂടി അറിയിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. ഇതൊരു സംവിധാനം നിലവിലുണ്ടല്ലോ. അതുകൊണ്ട് ആ സംവിധാനങ്ങളാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. എൻ്റെ അഭിപ്രായം പാർട്ടി ഫോറത്തിലാണ് ഞാൻ പറയുക. എന്തായാലും സോണിയാഗാന്ധി പാർലമെന്റിലുള്ള രാഹുൽ ഗാന്ധി പാർലമെന്റ് ഉണ്ടാകും. ഇനി പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിൽ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന് അതൊരു കരുത്താകുന്ന ഒരു തീരുമാനമായി തോന്നുന്നുണ്ടോ അങ്ങേക്ക്, ഒരു CPI നേതാവ് നിലയിൽ? പ്രതിപക്ഷ നിരയിൽ എത്ര MPമാരുടെ എണ്ണം കൂടുന്നുവോ അത്രയും ശക്തി ഈ വർഗീയ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിന് ലഭിക്കുമെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എന്തായാലും കോൺഗ്രസിന്റെ തീരുമാനത്തെ, UDFന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു സ്ത്രീ പാർലമെന്റിൽ എത്തുന്ന നിലയിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ അതൊരു പാർട്ടിയാണ് തീരുമാനമെടുക്കുക, LDF ആകും തീരുമാനമെടുക്കുക എന്നാണ് ആനി രാജ ഇപ്പോൾ 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.